ഗോസ്പൽ നിസിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കെവിൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതായ വ്യക്തിയായിരുന്നു. പട്ടണത്തിലെ കോളേജിലേക്ക് താൻ ചേർന്നപ്പോൾ തന്നെ കുറേ പുതിയ കൂട്ടുകാരെ തനിക്ക് ലഭിച്ചു എന്നു മാത്രമല്ല, ഈ പുതിയ കൂട്ടുകാർ കൊടുത്തതായ ചില പുതുപുത്തൻ വസ്തുക്കൾ തനിക്ക് ലഭിക്കുവാൻ ഇടയാകുകയും ചെയ്യുന്നു. ഈ പുതിയ കൂട്ടുകാരും ഈ പുതിയ വസ്തുക്കളും എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ തനിക്ക് വലിയ സന്തോഷമായി. കാരണം ഇതുവരെ ഗ്രാമപ്രദേശങ്ങൾ കാണാത്തതായ പല കാര്യങ്ങളും തനിക്ക് അവിടെ വെച്ച് കാണുവാനും ആസ്വാദ്യകരമായിരിക്കുന്ന വിധത്തിലെല്ലാം തോന്നുവാനും ഇടയായി. അങ്ങനെ ഈ കിട്ടിയതായ ഈ പദാർത്ഥങ്ങൾ ഇദ്ദേഹം ആദ്യമൊക്കെ അല്പാൽപമായിട്ട് ഉപയോഗിച്ചുവെങ്കിൽ തന്നെയും പിന്നീട് കൂടുതൽ അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതോടുകൂടി കോളേജിലെ ക്ലാസ്സുകളിൽ സംബന്ധിക്കുന്നത് അപൂർവ ദിവസങ്ങളിൽ മാത്രമായി തീർന്നു. അപൂർവമായി തീർന്നു. അതുപോലെ തന്നെ തൻ്റെ മാതാപിതാക്കളുമായി ബന്ധപ്പെടുന്നതും മാതാപിതാക്കളുമായിട്ടുള്ളതായ ബന്ധവും അതും അവസാനിച്ചു. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ കൊണ്ടുവന്ന് പട്ടണത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ആശുപത്രിയിൽ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കി. ഇദ്ദേഹത്തെ ഡോക്ടർമാർ പരിശോധിച്ചു, അതുപോലെ നഴ്സുമാർ വന്ന് ശുശ്രൂഷിച്ചു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തോട് മരുന്ന് ഒന്നും പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ മരുന്നിനോടൊന്നും ഈ ശരീരം പ്രതികരിക്കുന്നില്ല. ആ രീതിയിലായിരുന്നു. ഇദ്ദേഹത്തിന് അല്പം ഒരു ബോധമൊക്കെ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കെവിനെ ശുശ്രൂഷിക്കുന്നതായ നേഴ്സ് പറഞ്ഞു, ശരീരം മുഴുവൻ ലഹരിയുടെ വിഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, മരുന്ന് ഏൽക്കുന്നില്ല. മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് അത് ഇങ്ങനെ നശിപ്പിച്ചു കളയാനുള്ളതല്ല. അടുത്ത ദിവസവും ഈ നേഴ്സ് ഇവരെ ശുശ്രൂഷിക്കാനായിട്ട് വന്നു. നോക്ക്, ഈ മരുന്നിനോട് ഈ ശരീരം പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഈ കെവിനോട് ഇവർ പറഞ്ഞു. കാരണം ഈ നേഴ്സ് ഒരു ദൈവവിശ്വാസിയായതുകൊണ്ട് കെവിനോട് പറഞ്ഞു, കെവിനെ, നമ്മുടെ ശരീരം ഇങ്ങനെ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ട് നശിപ്പിക്കാനുള്ളതല്ല. ദൈവവചനം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കുമെന്നാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 1 കൊരിന്ത്യർ 3:16 പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ഈ കെവിനോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ രീതിയിൽ നീ മുന്നോട്ട് പോയാൽ നീ തകർന്നു പോകും. അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നീയും പ്രാർത്ഥിക്കുക. ദൈവത്തിന് ഹിതമാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും. ആ നേഴ്സ് ഒരു ബൈബിൾ ഇവനെ ഏൽപ്പിച്ചു. ഇവൻ ഭയപ്പെട്ടു പോയി. ഇതുവരെ ബൈബിൾ വായിക്കാതിരുന്നതായ വ്യക്തി ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കാനായിട്ടും ആരംഭിച്ചു. അതോടെ അദ്ദേഹം ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നതിനോട് വിട പറഞ്ഞു. അതുപോലെ തന്നെ തൻ്റെ പുതിയ കൂട്ടുകാരെ താൻ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തതും ഉപേക്ഷിച്ചു. അവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു. എന്തിനധികം പറയുന്നു, അദ്ദേഹം ആശുപത്രി വിട്ടു. അദ്ദേഹം ചെയ്തെന്താണെന്നറിയാമോ? അങ്ങനെ ഈ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു നല്ല കൗൺസിലറായി ഇന്ന് കെവിൻ തീർന്നു. ഇങ്ങനെ നിങ്ങൾക്കും സാധിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരം, മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മന്ദിരമാണ്. അത് നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കാനിടയാകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരി പദാർത്ഥങ്ങൾക്കോ നിങ്ങളുടെ ശരീരത്തെ വിട്ടുകൊടുക്കരുത്. അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാനായിട്ട് ഒക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക. തിരുവചനം ഇങ്ങനെ പറയുന്നു. 1 കൊരിന്ത്യർ 6:19 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താങ്കൾക്ക് ഉള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരങ്ങളെ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും മനുഷ്യന്റെ ശരീരം, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, പ്രിയ മാതാവേ, പിതാവേ, പ്രിയ കുഞ്ഞെ, ഈ ശരീരം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതാണ്. ഇത് തന്നെ നശിപ്പിച്ചു കളയാൻ, സ്വയം നശിപ്പിച്ചു കളയുവാൻ ദൈവം നിങ്ങളെ അനുവദിക്കുകയില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല.
അത് മദ്യത്തിനോ മയക്കുമരുന്നിനോ മറ്റേതെങ്കിലും അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല അതിൻ്റെ ശരീരം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ലഹരിയിൽ രസിക്കുന്ന സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, നിങ്ങൾക്ക് ജ്ഞാനിയാകാൻ കഴിയില്ല എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സദൃശ്യവാക്യം 20-1 ഇങ്ങനെയാണ് നാം കാണുന്നത്: വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. അതിനാൽ ലഹരിയോട് താല്പര്യമുള്ള ആരും ഉയർച്ച പ്രാപിക്കുമെന്ന് വിചാരിക്കേണ്ട. അതുകൊണ്ട് മ്ലേച്ഛ ജീവിതം നയിക്കുന്നതിലേക്ക് തിരിയാതെ ദൈവസന്നിധിയിലേക്ക് മടങ്ങുവാൻ, അതായത് നിന്റെ ശരീരത്തെ നശിപ്പിച്ചു കളയാതെ, ലഹരിക്ക് അടിമയാക്കി കളയാതെ, മ്ലേച്ഛതയ്ക്ക് അടിമയാക്കി കളയാതെ അതിനെ വീണ്ടെടുക്കണം. അതിനുവേണ്ടി ദൈവവുമായൊരു നല്ലൊരു ബന്ധത്തിലേക്ക് കടന്നു വരണം. റോമാലേഖനം 12-2 ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഒരിക്കൽ കൂടി വായിക്കാം: ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ലഹരിയുടെ ഉപയോഗം കൊണ്ട് ശരീരം മുഴുവൻ വിഷം നിറഞ്ഞതായ കെവിൻ നേഴ്സിന്റെ വാക്കുകൾ കേട്ട് താൻ പ്രാർത്ഥിക്കുവാനും ആ ലഹരി പൂർണ്ണമായിട്ട് ഒഴിവാക്കുവാനും തീരുമാനിച്ചു. എന്ന് മാത്രമല്ല, തന്നെ ലഹരിയുടെ ഉപയോഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയതായ കൂട്ടുകാരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവിടെ കൊണ്ട് അവസാനിപ്പിച്ചു. അങ്ങനെ താൻ പ്രാർത്ഥനയ്ക്കും ദൈവവചന വായനയ്ക്കും പഠനത്തിനും താൻ തയ്യാറായി. അതുകൊണ്ട് സംഭവിച്ചറിയാവോ, ലഹരി ഉപയോഗിച്ച് നാശത്തിലേക്ക് പോകുന്ന യുവാക്കളെ, യുവതികളെ അത് രക്ഷിക്കുന്നതിന് വേണ്ടി താൻ അതിനെക്കുറിച്ച് പഠനം നടത്തി അങ്ങനെ കൗൺസിലിംഗ് നടത്തുന്നതായി നല്ലൊരു കൗൺസിലറായി അദ്ദേഹം മാറി. അതുകൊണ്ട് ധാരാളം പേരെ ലഹരി ഉപയോഗത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരുവാൻ കെവിന് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും അതിന് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, പ്രിയ മാതാവേ, പിതാവേ, കുഞ്ഞെ, ലഹരി ഉപയോഗത്തിൽ നിന്ന് മടങ്ങി വരിക. അത് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ രാജ്യത്തെയും നശിപ്പിക്കും. അത് നമുക്ക് വേണ്ട എന്നൊരു തീരുമാനമെടുക്കുക. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.